ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ മോൻ്റെ 1.5 വയസ്സിലെ കുത്തിവെപ്പാണ്. അപ്പോൾ 1.5 വയസ്സിലെ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം മറ്റുള്ള വാക്സിനുകളെ അപേക്ഷിച്ച് ഇതിന് കാലിൽ നല്ല വേദനയും തടിപ്പും അപ്പോൾ പനി വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇവൻ്റെ കുത്തിവെപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഇവൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ റിക്കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. എന്തിനാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരെ റെഡി ആയിട്ട് അംഗൻവാടിയിൽ വെച്ചിട്ടാണ് കുത്തിവെപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ 1.5 വയസ്സിലെ കുത്തിവെപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കുത്തിവെപ്പാണ്. DPT ബൂസ്റ്റർ, അതുപോലെ MR വാക്സിൻ, OPV തുള്ളിമരുന്ന് എന്നിവ മാരകമായേക്കാവുന്ന തൊണ്ടമുള്ളി, വില്ലൻ ചുമ, ധനുർവാദം, ഗുരുതരമായിട്ടുള്ള ഈ രോഗങ്ങളിൽ നിന്ന് കൂടാതെ മീസിൽസ് എന്ന് പറയുന്ന 5-ാം പനി, റുബെല്ല തുടങ്ങിയ വൈറസ് രോഗങ്ങളിൽ നിന്നും കുഞ്ഞിന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിനേഷൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ജനിച്ച സമയത്തും ആദ്യ മാസങ്ങളിലും എടുത്ത വാക്സിനുകളുടെ പ്രതിരോധ ശേഷി കാലക്രമേണ നമ്മൾ കുറഞ്ഞു വരാൻ സാധ്യതയുള്ളതിനാലാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലെ പ്രതിരോധ കോട്ട ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ബൂസ്റ്റർ ഡോസ് നിർബന്ധമായിട്ടും നൽകണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അംഗനവാടിയിലെത്തി കുത്തിവെപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കുത്തിവെപ്പ് എടുത്ത ശേഷം പോകുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ എടുത്ത സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആൾ റെഡിയായി. പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ കൊണ്ട് തന്നെ നടത്തിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ വേദനയൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിലും അത് അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അവരെ കൊണ്ട് മാക്സിമം നടത്തിപ്പിക്കുക. പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് അവനൊന്ന് ഉറങ്ങിയത്. ഉറങ്ങിയ ശേഷമാണ് പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തത്. പനിയൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണയായി കുട്ടികൾക്ക് നല്ല രീതിയിൽ പനി വരാനും ഇഞ്ചക്ഷൻ എടുത്ത തുടയിലെ ഭാഗം ചുവന്ന് തടിക്കാനും കല്ലിപ്പ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ അമ്മമാരൊട്ടും പേടിക്കേണ്ടതില്ല. കാരണം കുഞ്ഞിൻ്റെ ശരീരം ആ വാക്സിനോട് പ്രതികരിച്ച് രോഗപ്രതിരോധ ശേഷി നിർമ്മിച്ചെടുക്കുന്നു എന്നതിൻ്റെ പോസിറ്റീവായ ലക്ഷണമാണ് ഈ പനിയും വേദനയൊക്കെ. കുട്ടികൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയ രോഗങ്ങളിൽ നിന്നും വൈകല്യങ്ങളിൽ നിന്നും ഇത് രക്ഷിക്കാൻ ഈ 1.5 വയസ്സിൽ ചെറിയൊരു പനിയും വേദനയൊക്കെ അമ്മമാർക്ക് ക്ഷമയോടെ നേരിട്ടേ മതിയാവുള്ളൂ. വീട്ടിൽ വന്നിട്ട് ഇവർ തമ്മിലുള്ള അടിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ കൊടുത്തൊന്ന് ഒതുക്കി. പിന്നെ ആൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ചെറിയ പെയിനുണ്ട്. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്ന് വല്ലാതെ ക്ഷീണിച്ചു. അപ്പോഴാണ് പനിയെല്ലാം വരുന്നുമുണ്ട്. അപ്പോൾ വല്ലാതെ ക്ഷീണിച്ചപ്പോൾ ഞാൻ ഈ കാല് വെച്ചിട്ട് എക്സസൈസ് ചെയ്ത് കൊടുത്തു. കാരണം ഇനി ഉറങ്ങി എണീറ്റാൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സസൈസ് നല്ലപോലെ ഒരു 10-15 മിനിറ്റോളം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ പതുക്കെ മടക്കി എക്സസൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. വളരെ പതുക്കെ മാത്രമേ ചെയ്യാവൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ കാലിലെ മസിൽസൊക്കെ ഫ്രീ ആവുകയും അവിടെ നീര് വന്ന് കല്ല് പോലെ ഇരിക്കുന്നത് തടയാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ അവർ കുറച്ച് നേരം നടക്കുകയൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് പേശികളൊക്കെ രക്തയോട്ടം കൂടും. മരുന്ന് ഒരിടത്ത് തന്നെ കട്ട പിടിച്ച് നിൽക്കാതെ ശരീരം വേഗം ആഗിരണം ചെയ്യും. ഇത് പിന്നീട് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. വേദനയൊക്കെ ഒത്തിരി കുറയും. പിന്നെ അവന് ഉറങ്ങി എണീറ്റപ്പോഴാണ് പനിയും വേദനയൊക്കെ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാക്സിന് കൊണ്ടുപോകുന്ന സമയത്തും അതുപോലെ വാക്സിൻ കഴിഞ്ഞിട്ടും അവർക്ക് ഭക്ഷണം നല്ലപോലെ കൊടുക്കുക. കാരണം പിന്നീട് അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നത്തില്ല. ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവന് ഓക്കെ ആയിട്ടുണ്ട്. നടക്കാനും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാറി ചെറിയൊരു പനിയുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ ബൈ.